DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതിൽ നമുക്ക് ക്രോമസോംസ് കാണാം. ഇത് പെറ്റേണൽ ക്രോമസോം, ഇത് മെറ്റേണൽ ക്രോമസോം. അത് ക്രോമസോം 7 ഉള്ളതാണ്. സോ പെറ്റേണൽ ആൻഡ് മെറ്റേണൽ ക്രോമസോം. സോ ഒരു ഇൻഡിവിജ്വലിൻ്റെയാണ് ഇത് വേറെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആണ്. സോ രണ്ട് ഇൻഡിവിജ്വലിനെ നോക്കിയേ ക്രോമസോം 7 തന്നെയാണ്. സെയിം ലോക്കസ് ആണെങ്കിൽ തന്നെയും ഈ പെറ്റേണൽ ക്രോമസോം രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുപോലെ മെറ്റേണൽ ക്രോമസോം രണ്ടും ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടാൻഡം റിപ്പീറ്റുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. സോ VNTR നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ 1, 2, 3 ടാൻഡം റിപ്പീറ്റ് ആണെങ്കിൽ ഇവിടെ കുറേ എണ്ണമുണ്ട്. അതുപോലെ മെറ്റേണൽ ക്രോമസോം എന്ന് പറയുന്നത് ഇത് 4 എണ്ണാന്നുണ്ടെങ്കിൽ ഇത് അതിനേക്കാളും കൂടുതലുണ്ട്. സോ സെയിം ക്രോമസോം ലൊക്കേഷൻ ആണെങ്കിലും ക്രോമസോം 7 ആണ്. അവിടെ പെറ്റേണൽ ആൻഡ് മെറ്റേണൽ അതിൻ്റെ VNTR നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നത്. പെറ്റേണലും മെറ്റേണലും ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നു. അത് തന്നെ വേറൊരു ഇൻഡിവിജ്വൽ ആകുമ്പോഴും അത് വേറെ ആയിട്ട് കാണുന്നു. അതുപോലെ ക്രോമസോം 2 ആണെങ്കിലും അതിൻ്റെ VNTR വേറെ ആയിട്ടാണ് കാണുന്നത്. ക്രോമസോം 16 കാണുന്ന VNTRും ഡിഫറെൻ്റ് ആണ്. സോ ഈ VNTR നമുക്ക് ഡിഫറെൻറ്റ് കളർ സ്കീമുകളായിട്ട് കാണിച്ചേക്കാണ്. എങ്ങനെയാണ് ഓരോ ഈ VNTRകളും ഈ ഇൻഡിവിജ്വലിൽ നിന്ന് വരുന്നതെന്ന് ഡിഫറെൻറ്റ് കളറുകൾ ഇവിടെ ബാൻഡിങ് പാറ്റേണിൽ അറിയാൻ വേണ്ടിയിട്ട് റെഡ്, യെല്ലോ, ബ്ലൂ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടാണ് ഈ VNTRൻ്റെ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റുകളുടെ ഡിഫറൻസ് സെയിം ക്രോമസോമിൽ തന്നെ ഡിഫറെൻറ്റ് VNTRകൾ പെറ്റേണൽ നിന്നും മെറ്റേണൽ നിന്നും വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്രൈം സീൻ എടുത്ത് നിൽക്കാം. ആ ക്രൈം സീനിൽ ഒരു ഇൻഡിവിജ്വൽ എയിലും ഇൻഡിവിജ്വൽ ബിയിലും ഇതുപോലെ ബാൻഡിങ് പാറ്റേണിലുള്ള VNTR DNA ഐസൊലേറ്റ് ചെയ്ത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് DNA ഫ്രാഗ്മെൻറ്റുകൾ ജെൽ ഇലക്ട്രോഫോറസ് കഴിയുമ്പോൾ കാണുന്ന ഒരിതാണ്. സോ ആംപ്ലിഫൈഡ് റിപ്പീറ്റ് സെപ്പറേറ്റഡ് ബൈ സൈസ് ഓൺ എ ജെൽ. അതിൻ്റെ ഡിഫറെൻറ്റ് സൈസ് അനുസരിച്ച് നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിൽ ആ ബാൻഡുകൾ കാണപ്പെടുന്നു. സോ ഇവിടെ ഇങ്ങനെ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ്, എത്ര ടാൻഡം റിപ്പീറ്റ്സുകൾ ഇതേ 1, 2, 3 ഇത് എത്ര ഉണ്ട്, ഇത് എത്ര റിപ്പീറ്റ് ചെയ്തിന്, അങ്ങനെ 12 വരെ ഇങ്ങനെ കാണിച്ചേക്കണം ടാൻഡം റിപ്പീറ്റ്. സോ ഒരു ഇൻഡിവിജ്വൽ എ എന്ന് പറഞ്ഞാൽ അവരുടെ ആ സാമ്പിളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത DNAയുടെ ബാൻഡുകളും ഇൻഡിവിജ്വൽ ബിന്ന് അവരുടെ സാമ്പിളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത DNAയുടെ ബാൻഡ്സുകളാണ്. സോ DNA ഈ ഇൻഡിവിജ്വൽ എന്റെ യുണീക്കായിട്ടുള്ള ബാൻഡിങ് പാറ്റേൺ ആണ്. അതുപോലെ ഇൻഡിവിജ്വൽ ബിൻ്റെയും അവരുടെയും യുണീക്കായിട്ടുള്ള ബാൻഡിങ് പാറ്റേൺ. സോ VNTR ആണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാണ്. സോ ഓരോരുത്തരുടെയും VNTR ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻഡിവിജ്വൽ എയിലെ VNTR ആയിരിക്കില്ല ഇൻഡിവിജ്വൽ ബിയിലെ VNTR. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ക്രൈം സീനിൽ കിട്ടിയ ആ DNA നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു ടിഷ്യൂവിൽ നിന്നെടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിൽ ഇതാണ് നമ്മൾ പറഞ്ഞ DNA ഫ്രം ക്രൈം സീൻ. ഇവിടെ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ആ ഒരു സാമ്പിളിലത്തെ DNA ആണ് നമ്മളിവിടെ ഈ പറഞ്ഞ VNTR വെച്ച് നോക്കിക്കണം. സോ നമ്പർ ഓഫ് ഷോർട്ട് ടാൻഡം റിപ്പീറ്റ് 0 to 11, പെറ്റേണൽ മെറ്റേണൽ നമ്മൾ ക്രോമസോം 7, ക്രോമസോം 2, ക്രോമസോം 16, 7 to 16. ഇത് മുഴുവൻ ഈ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ സാമ്പിളിൽ നിന്ന് കിട്ടിയ DNAയുടെ VNTR റിപ്പീറ്റുകളുടെ ബാൻഡാണ്. അതാണ് നമ്മളിവിടെ ജെൽ ഇലക്ട്രോഫോറസ് കഴിയുമ്പോൾ ആ ബാൻഡിങ് പാറ്റേൺ ആണ് ഇവിടെ C എന്ന് പറഞ്ഞത്. എന്താണ്? ക്രൈം സീനിൽ നിന്ന് കളക്ട് ചെയ്ത സാമ്പിളിൻ്റെ DNA. അത് ബാൻഡിങ് ആയിട്ട് ഓട്ടോ റേഡിയോഗ്രാഫി കഴിഞ്ഞ് ജെൽ ഇലക്ട്രോഫോറസ് ബാൻഡിങ് പാറ്റേൺ കാണുന്നുണ്ട്. ഇതുപോലെ 2 പിന്നെ 2 യെല്ലോ, ക്രോമസോം 2, അതുപോലെ ക്രോമസോം 16 ഇങ്ങനെ ബാൻഡിങ് പാറ്റേൺ സിയിൽ കാണുന്നുണ്ട്. ഈ ക്രൈം സീന് കിട്ടിക്കഴിഞ്ഞ ആ സാമ്പിളും നമുക്ക് സസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ആരുടെയാണെന്ന് ഡൗട്ട് അടിക്കുന്ന 2 ഇൻഡിവിജ്വൽ DNA ഫ്രം ഇൻഡിവിജ്വൽ എ ആൻഡ് DNA ഫ്രം ഇൻഡിവിജ്വൽ ബി അവരുടെയും DNA സാമ്പിൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ ടാൻഡം റിപ്പീറ്റ് കളക്ട് ചെയ്ത് അവരുടെ സാമ്പിൾ ഇങ്ങനെ ലോഡ് ചെയ്തേക്കണം. സോ അവരുടെയും ഇൻഡിവിജ്വൽ VNTRും ഈ ഇൻഡിവിജ്വൽ ബിൻ്റെയും ഇൻഡിവിജ്വൽ VNTRും ഷോർട്ട് ടാൻഡം റിപ്പീറ്റുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ ക്രൈം സീനിൽ കിട്ടിയ DNA സാമ്പിളിലുള്ള ബാൻഡും അതുപോലെ ഇൻഡിവിജ്വൽ എ ആണോ ഇൻഡിവിജ്വൽ ബിയുമായിട്ടാണോ കൂടുതൽ സിമിലാരിറ്റി അല്ലെങ്കിൽ ഏതാണ് ആപ്റ്റായിട്ട് കാണുന്നത്? നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രൈം സീൻ മാച്ചസ് വിത്ത് ഇൻഡിവിജ്വൽ ബി ആണ്, എയുമായിട്ട് അതിനൊരു സാദൃശ്യം കാണുന്നില്ല. സോ ഈ റെഡ്, അതുപോലെ തന്നെ ഇവിടെ റെഡ്, ഈ രണ്ടാമത്തെ റെഡ് നമുക്ക് ക്രോമസോം 7ൻ്റെ റെഡ് ഇവിടെ, അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ആ യെല്ലോ, ഈ യെല്ലോ ഇൻഡിവിജ്വൽ ബി, അതുപോലെ ഈ യെല്ലോ അതേപോലെ അതേ ലൊക്കേഷനിൽ തന്നെ
ഈ യെല്ലോ കാണിക്കുന്നു, പിന്നെ ബ്ലൂ 2 ഇതേപോലെ അതേ ലൊക്കേഷനിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേസമയം ഈ ക്രൈം സീനിൽ കിട്ടിയ സാമ്പിളിലെ DNA എ ഇൻഡിവിജ്വലുമായിട്ട് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, ഒട്ടും തന്നെ മാച്ചിങ് അല്ല. നോക്കിയേ, ഇത് ഇവിടെ ഇല്ല, പകരമില്ല, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ ഇല്ല. പിന്നെ ആകെ ഉള്ളത് ഈ യെല്ലോ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല. അതുപോലെ ഈ പറഞ്ഞതിൽ ബ്ലൂ, ഈ 2 സാധനം മാത്രമേ മാച്ചിങ് ഉള്ളൂ, ബാക്കി ഒന്നും തന്നെ ഈ എ ഇൻഡിവിജ്വലുമായിട്ട് മാച്ചിങ് ഇല്ല. അതേസമയം ബി ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് ആ ബി ഇൻഡിവിജ്വലിൽ കിട്ടിയത്. അപ്പം നമുക്ക് ഏത് ഇൻഡിവിജ്വലാണ് ആ ക്രൈം സീനിൽ അവരുടെ ആണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ നമുക്ക് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ആ DNA സാമ്പിൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാമ്പിൾ നമുക്ക് കിട്ടിയ ആ ക്രൈം സീനിൽ നിന്ന് കിട്ടിയതും ഏതായിട്ടാണ് ആപ്റ്റ് ചെയ്ത് നിൽക്കണേ, യോജിച്ച് നിൽക്കുന്നത്, ആ ഇൻഡിവിജ്വലാണ് അതിന് ഉത്തരവാദി. അല്ലെങ്കിൽ റേപ്പ് കേസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറൻസിക് അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിൽ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇവിടെ മാച്ച് ചെയ്യുന്നത് സീന്ന് കിട്ടിയ ആ ബാൻഡിങ് പാറ്റേൺ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യണേ, ബി ഇൻഡിവിജ്വലിൽ നിന്ന് കിട്ടിയ സാമ്പിളുമായിട്ടുള്ള ബാൻഡിങ് പാറ്റേൺ VNTR ആയിട്ടാണ് മാച്ച് ചെയ്യണേ, ഒരിക്കലും A ആയിട്ട് മാച്ച് ചെയ്യില്ല. അപ്പോൾ നമുക്കിവിടെ പോസിബിലിറ്റി ആർക്കാണ്, ബി തന്നെയാണെന്ന് പോസിബിലിറ്റി.